ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ആസ്ട്രോളജിസ്റ്റ് ആണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് കലൂർ സ്റ്റേഡിയത്തിലാണ്. എവിടെ നോക്കിയാലും ഇപ്പോൾ ആസ്ട്രോളജി ആണ്. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആസ്ട്രോളജി മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ കുറച്ച് പേരെ ആസ്ട്രോളജി ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഭാവി ഭൂത വർത്തമാന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാണ്. റെഡിയാ? റെഡിയാണോ? അതെ 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 ശരിയാണല്ലേ. അതിനായിട്ട് ഞാൻ ChatGPT നോക്കിയിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവർക്ക് റിലേറ്റബിൾ ആവോ അല്ലെങ്കിൽ റിലേറ്റബിൾ ആവില്ലേ എന്നുള്ളത് നോക്കാം. ഗൈസ്, രണ്ടുപേരും അവർ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. ആസ്ട്രോളജിയിൽ വിശ്വാസം ഉണ്ടോ? ഇല്ലാത്ത ആൾക്കാർ വേണ്ടേ? ഞാൻ 2-3 കാര്യങ്ങൾ പറയാം, നിങ്ങൾക്ക് റിലേറ്റബിൾ ആണോ നോക്ക്. പേരെന്തായിരുന്നു? തീർത്ഥയുടെ ആസ്ട്രോളജിയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. തീർത്ഥയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞേ. 11th March. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഉടായ്പല്ല, നമ്മൾ മറ്റേ സംഭവം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഐ ക്യാൻ സീ എ ബേബി എനർജി അറൗണ്ട് യു. ബേബി എനർജിയോ? അങ്ങനെ ഇത് എഴുതിയേക്കണേ. എന്താ സംഭവം എനിക്ക് മനസ്സിലായോ? കുട്ടീനെ പോലെ എനിക്ക് അത് പറയാൻ പറ്റില്ല. ചിലപ്പോ കുട്ടി ഉണ്ടാവും എനിക്കറിയാം. അല്ല, ചിലപ്പോ ഫ്യൂച്ചറിലത്തെ ആയിരിക്കും ഉദ്ദേശിച്ചത്. യുവർ എക്സ് ഈസ് തിങ്കിങ് അബൌട്ട് യു. ശരിയാവോ? Someone from your past is coming back. വന്നാ ചിലപ്പോ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ആവും. I see a secret relationship in your future. ഇതിൽ കാണാണ്ടുണ്ടോ? Your marriage is closer than you think. പറയാൻ പറ്റില്ല, ചിലപ്പോ വരാൻ പോകണതാണെങ്കിലോ നമ്മ പോലും അറിയില്ലല്ലോ. ഇതില് ബേബി എനർജി അറൗണ്ട് യു എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താ പറയാൻ പറ്റില്ല. സംവൺ ഈസ് ഹൈഡിങ് ഫീലിങ്സ് ഫോർ യു. ഉണ്ടോ? അത് ശരിയാണോ? ഓക്കെ. യുവർ ഫ്യൂച്ചർ ഹാസ് ബോത്ത് ചേഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. You have a strong personality but you don't show your emotions easily. You are a hardworking person but sometimes you are overthink. A big changes is coming for your life soon. You will get success if you stay focused. There is a person around you who are supporting you but you may not notice. ശരിയാ? നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. You will receive a message from someone unexpected. Someone is watching your success silently. Your friend is secretly jealous on you. ആണോ? Secretly jealous on you എന്ന് പറയണേ. വേറെ ആരില്ലാവും. You are dead in 1 year. അയ്യോ, എഴുതിയിട്ടില്ല, ഞാൻ വായിച്ചേ. ഇത് ChatGPT നോക്കി വായിച്ചതാ. പക്ഷെ എന്നാലും കുറച്ചൊക്കെ സത്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ട്രെൻഡ് ഇതായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. പേര് തീർത്ഥ. ഓടല്ലേ ഫ്രണ്ടിങ് വാ, ജലസ് ഫ്രണ്ട്. ആ വെറുതെ പറഞ്ഞ ഒരു ഹായ് കൊടുത്തോ. ഹായ്. ഹലോ ഹലോ. പേരെന്താ? ആസ്ട്രോളജിയിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ടോ? ഏറ്റവും കുറവ് വിശ്വാസമുള്ള ആർക്കാ? എന്നാ ഡിജിറ്റൽ ആസ്ട്രോളജിസ്റ്റ് ആണ്. ഞാൻ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സ്ട്രോങ് പേഴ്സണാലിറ്റി ബട്ട് യു ഡോണ്ട് ഷോ യുവർ ഇമോഷൻ ഈസിലി. ശരിയാണോ? You will get success if you stay focused. ശരിയാണോ? You have faced some struggles in the past. ശരിയാണോ? You should be careful while you trust people. A new opportunity will come unexpectedly. ഇത് വരെ പറഞ്ഞത് ശരിയാണോ? വളരെ കറക്റ്റ് ആണോ? ഏതൊക്കെ റിലേറ്റബിൾ ആയി തോന്നിയത്? You have one bestie and he have 2 another bestie. Ready? ശരിയല്ലേ? You are an introvert person but sometimes you are an extrovert. Ready? You are entering a new phase of life. ശരിയാണോ? അപ്പൊ ഇതുവരെ പറഞ്ഞൊക്കെ റെഡിയാണോ? You dead in next 2 years.
2 വർഷത്തിൽ മരിക്കും എന്നൊക്കെ എഴുതി വെച്ച്. ഇത് ഒന്ന് നിൽക്കുവോ, ടെൻഷൻ ആവില്ലേ? ഇതുവരെ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അപ്പൊ ഇനി 2 വർഷം കഴിഞ്ഞാൽ മരിക്കും പറയണേ. ടെൻഷൻ ഉണ്ടാ? വിശ്വാസമില്ലേ? വിശ്വാസം പോയാ? ഇതുവരെ വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ വിശ്വാസം പോയാ? ലാസ്റ്റ് അവസാനമായിട്ട് എന്താ പറയാള് ഓഡിയൻസിനോട്? ഇത് ചുമ്മാ ChatGPT ശരിക്കല്ല, പക്ഷെ ഇതുവരെ പറഞ്ഞൊക്കെ കറക്റ്റ് ആയില്ലേ? യു ഹാവ് എ ബെസ്റ്റി, ഹി ഹാവ് 2 അനദർ ബെസ്റ്റി. ആൾക്ക് വേറെ 2 ബെസ്റ്റി ഉണ്ടാ? അതാരാടാ? വിശ്വാസം ഇല്ലാത്ത ആളാണ് വേണ്ടത്. ആസ്ട്രോളജിയിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആസ്ട്രോളജിയിൽ തീരെ വിശ്വാസമില്ല. താങ്കളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് എൻ്റെ ആപ്പിൽ നോക്കിയിട്ട് ഞാൻ പറയും. ഞാൻ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ 2 പറഞ്ഞു ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 10 rupees തരണം. ഓക്കെ ആണോ? ഇല്ല, 10 rupees വേണ്ട. ഓക്കെ. യുവർ ഫ്യൂച്ചർ ഹാസ് ബോത്ത് ചേഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. യു ഹാവ് എ സ്ട്രോങ് പേഴ്സണാലിറ്റി ബട്ട് യു ഡോണ്ട് ഷോ യുവർ ഇമോഷൻ ഈസിലി. ശരിയാണ്. ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ബട്ട് സംടൈംസ് യു ആർ ഓവർ തിങ്ക്. ശരിയാണോ? അല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ടിനെ ഇപ്പോൾ ഭയങ്കര ഡിസ്റ്റൻസിലാണ്. അല്ല, മുന്നുള്ള ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട്? യു ആർ എൻറ്ററിങ് എ ന്യൂ ഫേസസ് ഓഫ് ലൈഫ്. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? കുറച്ച് പേഴ്സണലാണ്. യു ഷുഡ് കെയർഫുൾ വൈൽ ട്രസ്റ്റിംഗ് പീപ്പിൾസ്. ശരിയാണോ? നിങ്ങൾ ഭയങ്കര ടോക്സിക് ആണോ? അത് ഞാനല്ലല്ലോ പറയണ്ടേ, വേറെ ആരെങ്കിലും പറയാറുണ്ടോ? ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാറുണ്ട് തോന്നുന്നു. ആളെ വിശ്വാസം ഇല്ല എന്നാണ് ഇതിന് പറയണേ. അയ്യോ ഇല്ല, അങ്ങനെയില്ല. ഇല്ലേ, വിശ്വാസം ഇല്ല ആളെ? വിശ്വാസാണ്. ഓക്കെ. ആൾക്ക് തന്നെ വിശ്വാസം ഇല്ല തോന്നുന്നു. അങ്ങനെയല്ല, വിശ്വാസാണ്. ഓക്കെ. ഞാൻ ഇതൊക്കെ ChatGPT നോക്കിയിട്ട് പറഞ്ഞാട്ടാ. പേരെന്താ? ഷഹന. ആസ്ട്രോളജിയിൽ വിശ്വാസം ഉണ്ടോ? ഇല്ല, വിശ്വാസമില്ല. ഏറ്റവും വിശ്വാസമില്ലാതെ ആർക്കാ? 2 പേർക്കില്ല. അപ്പൊ ഞാൻ ഒരാളുടെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ആര് പറയണ്ടേ? ഷഹന, ഡേറ്റ് ഓഫ് ബർത്ത്. ഇത് നോക്കണ്ട, ഞാൻ പറയാം. ധൃതിയാ. യുവർ ലൈഫ് ഈസ് ഗോയിങ് ത്രൂ എ ട്രാൻസിഷൻ ഫേസ്. ശരിയാ? ശരിയാണല്ലേ. യു ഹാവ് എ സ്ട്രോങ് പേഴ്സണാലിറ്റി ബട്ട് യു ഹൈഡ് യുവർ ഇമോഷൻസ്. ശരിയാ? അല്ല, ഞാൻ അങ്ങനെ കൂടുതൽ ഇമോഷൻസ് അങ്ങനെ ഹൈഡ് ചെയ്യാറില്ല. എന്നാലും വലിയ ഇമോഷൻസ് ഒക്കെ ഹൈഡ് ചെയ്യും. എന്താന്ന് പറയാൻ പറ്റുമോ? അല്ല, കൂടുതൽ വിഷമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവർക്ക് കൂടുതലായിട്ട് അറിയാം, പക്ഷെ വീട്ടിൽ അങ്ങനെ ഞാനൊന്നും. ശരിയാണിത്. ഡിലേ ബട്ട് സക്സസ് വിൽ കം. ഉണ്ടല്ലേ? സക്സസ് പക്ഷേ വരും എന്നാണ്. എ ബിഗ് ചേഞ്ച് ഈസ് കമ്മിങ് ഓൺ യുവർ ലൈഫ്. അങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. എന്താ തോന്നുന്നത്? ഇപ്പം ഒരു ചേഞ്ച് ഉള്ളൊരു ഘട്ടത്തിലാണ്. യു ഹാവ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ യുവർ ഷോൾഡർ. ശരിയാ? യുവർ പാസ്റ്റ് ഈസ് അഫക്റ്റിംഗ് ഓൺ യുവർ പ്രസൻസ്. ശരിയാ? ഓടിപ്പോലെ ഇങ്ങോട്ട് നിൽക്കൂ, കാണട്ടെ. ശരിയാണോ? ബി കെയർഫുൾ അബൌട്ട് ട്രസ്റ്റിംഗ് പീപ്പിൾ അറൗണ്ട് യു. ശരിയാ? എനിക്ക് ആൾക്കാരെ വിശ്വസിക്കാൻ പേടിയാണല്ലേ? യുവർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വിൽ ബി ഇംപ്രൂവ് സൂൺ എന്നാണ് പറയുന്നത്. ഇനി കുറച്ച് അടുത്ത സ്റ്റേജിലോട്ട് പോട്ടെ. അത് കുറച്ച് സീനാണ്. അയ്യോ, വായിക്കണോ? I can see a baby energy around you. അങ്ങനെ അതിൽ പറയുന്നത്. Your ex is thinking about you. Someone from your past is coming back. I see a secret relationship in your future. ഫ്യൂച്ചറിൽ അറിയില്ല. Your marriage is closer than you think. കല്യാണം കഴിഞ്ഞാ? അപ്പോൾ കല്യാണം പെട്ടെന്ന് നടക്കുന്നാണ് പറയുന്നത്. Someone is hiding feelings from you. എനിക്കറിയില്ല. Your ex still check your profile. There is a third person involved. I see pregnancy news soon.
അല്ല അത് ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് എന്താ യുവർ ഫ്രണ്ട് ഈസ് സീക്രട്ട്ലി ജെലസ് ഓൺ യു. അതെനിക്കറിയത്തില്ല. ഇതാണോ ഫ്രണ്ട്? വേറെ ഫ്രണ്ട്. എനിക്ക് jealous ഒന്നുമില്ല. യു വിൽ റിസീവ് എ മെസ്സേജ് ഫ്രം സംവൺ അൺഎക്സ്പെക്റ്റഡ്. ഇപ്പോഴോ? എപ്പോഴോ വരുന്നുണ്ട്. എപ്പോഴോ വരുന്നുണ്ടെന്നോ? എപ്പോഴോ വരാൻ ചാൻസ് ഉണ്ട്. യുവർ ഡെസ്റ്റിനി ഈസ് നിയർ. ബാക്കി സീന വേണ്ട. 1.5 വർഷത്തില് വടിയാവെന്ന് പറയാം. വടിയാവും. അയ്യോ നിങ്ങക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതൊക്കെ പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. ഇതുവരെ പറഞ്ഞൊക്കെ വളരെ ശരിയല്ലേ? അല്ല, കുറച്ച് തെറ്റുണ്ട്. പിന്നെ പറഞ്ഞേക്കും. അത് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പോസിറ്റീവായ കാര്യങ്ങളല്ലേ. രണ്ടാമത് പറഞ്ഞത് കുറച്ച് നെഗറ്റീവായ കാര്യങ്ങളായതുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഇതൊക്കെ ശരിക്കും പെട്ടെന്ന് വടിയാവുന്ന ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇവ ഗുഡ് ലക്ക്. മന്തിയൊക്കെ കഴിക്കാനുള്ളതൊക്കെ കഴിച്ചോളൂ. 2 കൊല്ലല്ല, 1.5 കൊല്ലം. ഞാനത് ചുമ്മാ പറഞ്ഞതൊക്കെ ChatGPT നോക്കിയിട്ട് ഓരോന്ന് വായിച്ചതാ, ശരിക്കുള്ളതല്ല. എന്താ പറയാള്, അതല്ല ശരിയാണല്ലേ. അപ്പൊ ഇനി ഒരു ഹായ് കൊടുത്തു. അസ്ട്രോളജി എനിക്ക് അത്ര വിശ്വാസമില്ല. അങ്ങനെ ഒരാളെയാണ് ഞാനും തപ്പിക്കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞാനൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞാൽ ഞാൻ സത്യങ്ങൾ പറയും. നിങ്ങളിപ്പോ ലൈഫിൽ വലിയൊരു വിഷമത്തിലൂടെ കടന്നു പോണ്, ശരിയാണോ? ഓഫീസിലുള്ള ഒരു സഹപ്രവർത്തകരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാണ്. ഓഫീസില്ലേ? ഇല്ല, ഞാൻ ഫ്രീലാൻസ് ആയിട്ട്. പക്ഷേ ഏതൊരു വർക്കിൽ എന്തോ പ്രഷർ ഉണ്ട്. അതുണ്ട്, അതിപ്പോ എല്ലാ വർക്കിനും അതിൻ്റെതായ ഉണ്ടാവില്ലേ. ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ബട്ട് സംടൈംസ് യു ആർ ഓവർ തിങ്ക്. അത് പിന്നെ എല്ലാ മനുഷ്യരിലും ഉണ്ടാവില്ല. ഇതൊക്കെയാണോ ബിഗ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് സൂൺ? അത് ആയിരിക്കും പ്രതീക്ഷ. ഒരു 5x ഉണ്ട്. ഉണ്ടമ്പരിയാണ് പോയത്. അതില് കാണിക്കണ ഞാൻ പറയുന്നേ. ഇല്ല 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 ഇല്ല, ചിലപ്പോ ഇതിന്റെ ആപ്പിന്റെ ബഗ് ആയിരിക്കും. യു ആർ എ വെരി ടോക്സിക് പേഴ്സൺ. അല്ല, ഹസ്ബൻഡ് ഭയങ്കര പാവമാണ്, ഒരു വിഷയമില്ല. ഹസ്ബൻഡ് അല്ല, ഞാനോ? ഹസ്ബൻഡ് പാവാണ്, നിങ്ങൾ ടോക്സിക് ആണെന്ന് പറയുന്നത്. ഒരിക്കലും. യു ആർ എ ഫെമിനിസ്റ്റ്. അത് സംടൈംസ് അങ്ങനെയൊക്കെ തോന്നും. ഫെമിനിസ്റ്റാ? ചെറുതായിട്ടൊക്കെ തോന്നും. ഈക്വൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടണം എന്നുള്ളൊരു തോട്ട് എല്ലാ പെൺപിള്ളേർക്കും ഉണ്ടാവും. അപ്പൊ അതിന്റെ ബേസിക് അങ്ങനത്തെ എല്ലാ കാര്യത്തിലൊന്നും ഇല്ല. ഓക്കേ. യുവർ ഹസ്ബൻഡ് ഈസ് വെരി ഹാൻസം. കുഴപ്പമില്ല. അതുകൊണ്ട് പുറത്തേക്ക് വിടാറില്ല എന്നൊക്കെ പറയാം. ആസ്ട്രോളജിയിൽ വിശ്വാസമില്ല എന്നുള്ളത് ഇതാണ് കാര്യങ്ങളായി പറയുന്നത്. അതുകൊണ്ടാണ് വിശ്വാസമില്ലാതെ. ഇനി പറയുന്ന കാര്യങ്ങള് ഭയങ്കര ശ്രദ്ധയോടെ കേൾക്കണം. യുവർ പേഷ്യൻസ് വിൽ ബ്രിങ് ഗുഡ് റിസൾട്ട്. ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് 2 ഇയറിൽ മരണം. ആണോ? സമാധാന. ഞാനിത് പറയരുതെന്ന് വിചാരിച്ചു, പക്ഷെ ഇതിൽ എഴുതി വെച്ചതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ. ഇത് ChatGPT വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ചായ കൊടുക്കൂ. ഇപ്പൊ ആസ്ട്രോളജി ഭയങ്കര ട്രെൻഡിങ് അല്ലേ, എന്താ പറയാ? ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മറ്റേ ആസ്ട്രോടോക്കോ, ആസ്ട്രോടോക്ക് അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ചുമ്മാ ചെയ്തതാ. ഒരു ഹായ് കൊടുക്കും. ലൈഫ് ഈസ് ഗോയിങ് ത്രൂ എ ട്രാൻസിഷൻ ഫേസ്. അല്ല, എന്താ പറയണ്ടേ? യുവർ ലൈഫ് ഈസ് ഗോയിങ് ത്രൂ എ ട്രാൻസിഷൻ ഫേസ് എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫ് ഇപ്പൊ ഒരു ട്രാൻസിഷനിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. ശരിയാണോ? അല്ലേ, ശരിയാണോ? അതെന്താന്ന് പറയാൻ പറ്റും? പേഴ്സണലാണ്. ഓക്കെ. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? ഞാന് അങ്ങനത്തെ ഒരുത്തനല്ല, എനിക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. ട്രാൻസ്പേസ് എന്നല്ല പറഞ്ഞത്. അല്ല, എനിക്ക് മനസ്സിലായി. സ്ട്രോങ് പേഴ്സണാലിറ്റി ബട്ട് യു ആർ ഹൈഡ് യുവർ ഇമോഷൻ. ശരിയാണല്ലോ. ദർ ഈസ് എ ഡിലേ ബട്ട് സക്സസ് വിൽ കം. ശരിയാണോ? എല്ലാ കാര്യത്തിലും പറയാൻ പറ്റില്ല. സക്സസ് വരുന്നൊരു പ്രതീക്ഷ ഉണ്ടാ? പ്രതീക്ഷ ഉണ്ട്.
എ ബിഗ് ചേഞ്ച് ഈസ് കമ്മിങ് ഇൻ യുവർ ലൈഫ്. അത് നടക്കുമോന്ന് അറിയില്ലല്ലോ. ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയണേ. ആ ആൻസർ പറയാനുള്ളതല്ല. നിങ്ങൾക്കൊരു എക്സ് ഉണ്ട്, ഒന്നല്ല പക്ഷെ ഭയങ്കര സ്നേഹിച്ചൊരു എക്സ് ഉണ്ട്. ഇല്ല. എക്സ് ഇല്ല, അന്ന് നിങ്ങളറിയാതെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. യുവർ ഡെസ്റ്റിനി ഈസ് ചേഞ്ചിങ്. നിങ്ങൾ 3 വർഷത്തിൽ വടിയാവും എന്നൊക്കെ പറയണ. ദൈവമേ, എന്താണ്? എനിക്കറിയാം, ഇതല്ലേ പറയണേ. ഞാൻ വടിയാവുന്നൊക്കെ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ എവറിത്തിങ് വിൽ ബി ഹാപ്പൻ അറ്റ് ദി റൈറ്റ് ടൈം എന്നാണ് പറയണത്. ഡേറ്റ് ഉണ്ടോ? ഡേറ്റ് ഒന്നും കാണാനില്ല, പക്ഷെ എനിക്ക് ചിരിക്കണോ കരയണോ മനസ്സിലാവില്ല. നിങ്ങളുണ്ടാക്കിയ ആപ്പല്ലേ? ഞാൻ ഉണ്ടാക്കിയ ആപ്പല്ല, പക്ഷെ ഇത് കറക്റ്റാണ്. നിങ്ങളുടെ പേര് എന്തായിരുന്നു? ഷഫീഖ്. അയ്യോ, ഞാൻ റഫീഖിന് അടിച്ച. വെറുതെ അല്ല, തെറ്റിപ്പോയതാണ് ബ്രോ. പക്ഷെ ഏകദേശം എല്ലാം കറക്റ്റ് ആയില്ലേ? അപ്പൊ 10ൽ എത്ര മാർക്ക് കിട്ടും? 10ൽ 6. ഇത് ഞാൻ GPT നോക്കിയിട്ട് വായിച്ചതാ, ചുമ്മാ വായിച്ചതാ. ശില്പ, ഡേറ്റ് ഓഫ് ബർത്ത്. യുവർ ലൈഫ് ഈസ് ഗോയിങ് ത്രൂ എ ട്രാൻസിഷൻ ഫേസ്. ആണോ? അതെ. യു ഹാവ് എ സ്ട്രോങ് പേഴ്സണാലിറ്റി ബട്ട് യു ഹൈഡ് യുവർ ഇമോഷൻ. ശരിയാ? ശരിയാന്ന് തോന്നുന്നത്. ദർ ഈസ് എ ഡിലേ ബട്ട് സക്സസ് ഈസ് കം. വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടി പോവാണെന്നാണ് പറയുന്നത്. എന്താണ് ചേഞ്ച് ഉണ്ടായി? അതെന്താന്നറിയില്ല. എന്നറിയില്ല. യു ഹാവ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഓൺ യുവർ ഷോൾഡർ. അതെ, ഉണ്ട്. ബാഗില് റെസ്പോൺസിബിലിറ്റി അല്ല. ഓക്കെ, ഉണ്ട് അല്ലേ. പാസ്റ്റ് ഈസ് എഫക്റ്റിംഗ് യുവർ. ഞാനൊന്ന് വായിക്കട്ടെ, എനിക്ക് കണ്ണ് അധികം പിടിക്കില്ല. യുവർ പാസ്റ്റ് ഈസ് എഫക്റ്റിംഗ് ഓൺ യുവർ പ്രസന്റ്. പാസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചോണ്ടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഇനി പറയാൻ പോണ കാര്യങ്ങള് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഞാനിത് വായിക്കണം അല്ലേ? കുറച്ച് ടെൻഷൻ ഉണ്ട് വായിക്കാൻ. യുവർ ഡെസ്റ്റിനി ഈസ് ചേഞ്ചിങ് എന്നുവെച്ചാൽ ലാസ്റ്റ് 5 വർഷം വരെയാണ് ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അതിനൊന്നും എനിക്ക് വിശ്വാസമില്ല. അത് ടെൻഷൻ ആവരുത്. ഞാനത് ഐ സി എ ബേബി എനർജി അറൗണ്ട് യു. ഐ സി എ ബേബി എനർജി അറൗണ്ട് യു. ചുമ്മാ പറയലട്ടാ. വൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് കമ്മിങ് ബാക്ക്. ഐ സി എ സീക്രട്ട് റിലേഷൻഷിപ്പ് ഇൻ യുവർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലല്ലേ? ആ, ഫ്യൂച്ചറിൽ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. യുവർ മാരേജ് ഈസ് ക്ലോസർ ദൻ യു തിങ്ക്. Someone is hiding feelings for you. Your ex is still checking your profile. നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല, എക്സ് ചെക്ക് ചെയ്യണ. ചിലപ്പോ ആരെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വെച്ചാൽ പറയാം, പണ്ട് പറയാതെ പോയ അങ്ങനെ. തേർഡ് പേഴ്സൺ ഇൻവോൾവ്ഡ്. വെറുതെ പറയല്ലേ എല്ലാം ഉണ്ട്, പക്ഷെ വെറുതെ ഇല്ലാന്ന് പറയണതാണോ? എ ബിഗ് സർപ്രൈസ് ഈസ് കമ്മിങ് ഇൻ യുവർ ലൈഫ്. ഐ സീ പ്രഗ്നൻസി ന്യൂസ് സൂൺ. ഐ സീ പ്രഗ്നൻസി ന്യൂസ് സൂൺ. അല്ല, ഇതിൽ കാണുന്നതാണ് ഞാൻ പറയുന്നത്. യുവർ ഫ്രണ്ട് ഈസ് സീക്രട്ട്ലി ജെലസ് ഓൺ യു. സത്യം പറഞ്ഞോ? കുറച്ചൊക്കെ ഉള്ളതാണ്, ബാക്കിയൊന്നും ഇല്ലാത്തതാണ്. ഇതിലൊന്നും ഉള്ളതല്ല. ഞാൻ ChatGPT വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വായിച്ചതാ. ആസ്ട്രോളജിയിൽ വിശ്വാസം ഉണ്ടോ? ഇല്ല, ഉണ്ടല്ലേ? അപ്പൊ ഇല്ലാത്ത ആളുടെ ടെസ്റ്റ്. ഡേറ്റ് ഓഫ് ബർത്ത്. ഈ പറയുന്ന കാര്യങ്ങൾ റെഡി ആണോ എന്ന് പറയണം. ഫ്രണ്ട് അല്ലേ? യുവർ ലൈഫ് ഈസ് ഗോയിങ് ത്രൂ എ ട്രാൻസിഷൻ ഫേസ്. ശരിയാണോ? You have a strong personality but you hide your emotions. ശരിയല്ലേ? There is a delay but success will come.
സ്ലോ ആണെങ്കിലും സക്സസ് സംഭവിക്കുന്നില്ല. യു ഹാവ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഓൺ യുവർ ഷോൾഡർ. റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, വരാൻ ചാൻസ് ഉണ്ടെന്ന്. റെസ്പോൺസിബിലിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഐ ക്യാൻ സീ എ ബേബി എനർജി ഓൺ അറൗണ്ട് യു. വാശിക്കാരിയാണ്. അത് ബേബി എനർജി ബേബി എനർജി എന്ന് പറയുമ്പോ അത് ഇതിൽ എഴുതിയതാണ്, എന്താ സംഭവം എനിക്കറിയില്ല. അതിന്റെ കറക്റ്റ് മീനിങ് എന്താ? ഒരു തേപ്പ് കിട്ടിയില്ല? ഇല്ല, കിട്ടിയില്ല. യുവർ എക്സ് ഈസ് തിങ്കിങ് അബൌട്ട് യു. റെഡിയായാ? ഓക്കെ. കണ്ടോ, സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് കമ്മിങ് ബാക്ക്. ആണോ? ഐ സീ എ സീക്രട്ട് റിലേഷൻഷിപ്പ് ഇൻ യുവർ ഫ്യൂച്ചർ. ശരിയാ? യുവർ മാരേജ് ഈസ് ക്ലോസർ ദെൻ യു തിങ്ക്. നിങ്ങൾ വിചാരിക്കുന്നതായിട്ടും അടുത്താണ് നിങ്ങളെ മാരേജ്. അത് ഞാൻ നോക്കി പറഞ്ഞല്ലോ. സംവൺ ഈസ് ഹൈഡിങ് ഫീലിംഗ്സ് ഫോർ യു. ആ. യുവർ എക്സ് സ്റ്റിൽ ചെക്ക് യുവർ പ്രൊഫൈൽ. ആ. A big surprise is coming in your life. I see a pregnancy news soon. I see pregnancy news soon. Your friend is secretly jealous on you. വേറെ ഫ്രണ്ട് ആവോ? ഇനി വായിക്കണില്ലേ, ബാക്കി പ്രശ്നമാണ്. യുവർ ഡെസ്റ്റിനി ഈസ് നിയർ. 1.5 വർഷത്തിൽ വടിയാവുന്നു. ഇതുവരെയുള്ള റെഡി ആയില്ലേ? അപ്പൊ 1.5 വർഷം കാണിക്കുന്നേ. ഇതിപ്പോ ഓപ്ഷൻ ഇല്ല, എന്ത് ചെയ്യാ? ഒന്നും ചെയ്യാല്ല. നല്ല എന്തെങ്കിലും വരാനുണ്ടോ ഇനി? അതന്നെ 1.5 വർഷത്തില് വടിയാവും. അതാണ് നല്ലത്. ഇതുവരെയുള്ള വിശ്വാസമായില്ലേ? അപ്പൊ ഇതും വിശ്വസിച്ചേ പറ്റുള്ളൂ. വിഷമമുണ്ട് പറയാം, പക്ഷെ പറഞ്ഞു. അവളുടെ നോക്കേണ്ടി വരും. ആൾക്ക് വിശ്വാസം വിശ്വാസം ഇല്ലാത്ത ഇപ്പൊ വിശ്വാസം വന്നു അതില്. ആള് വിശ്വസിച്ച്. ഇതൊക്കെ ചാറ്റ് ജി പി ടിയില് ഞാൻ കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ പറഞ്ഞതാ. പറഞ്ഞവർക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും റിലേറ്റബിൾ ആയി. പക്ഷെ റിലേറ്റബിൾ ആയോ കുറെയൊക്കെ? പ്രഗ്നൻസി ബൈ. അയ്യോ, ആൻസൈറ്റി. ഗൈസ്, നമ്മളിന്ന് കുറേ പേരുടെ അടുത്ത് ആസ്ട്രോളജി ടെസ്റ്റ് ചെയ്ത്, അപ്പോൾ പലരും അത് വിശ്വസിച്ചു കേട്ടോ. പലരും പലത് കേൾക്കുമ്പോൾ അയ്യോ റിലേറ്റബിൾ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിവേ സെയിം സംഭവം തന്നെയാണ് പലരോടും നമ്മൾ ചോദിച്ചത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആസ്ട്രോളജി റെഡിക്കുള്ളതാണോ ഇല്ലാത്തതാണോ? നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം ഗൈസ്. ബൈ.